Hi friends, welcome to my YouTube channel. Today's domain is domain 3, interpersonal communication. Competency 3.1 establishes and maintains and concludes effective interpersonal relationship with the patients. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഇൻ്റർവ്യൂയിങ് സ്കിൽ, കൗൺസിലിംഗ് സ്കിൽ, അതേപോലെ തന്നെ പേഷ്യൻറ്റിനോട് എമ്പതി ആൻഡ് റെസ്പെക്റ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ടും പറയുന്നത് പേഷ്യൻറ്റുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ്, പേഷ്യൻറ്റിന് നമ്മളോട് ഒരു ട്രസ്റ്റ്, ഒരു ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു റെസ്റ്റ് ഹോമിലാണ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡിമെൻഷ്യ അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കിട്ടി. അപ്പോൾ ആ പേഷ്യൻ്റ് അജിറ്റേറ്റഡ് ആണ്, ആംഗ്രി ആണ്, ഒരു കെയറിന് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളെങ്ങനെ ആ പേഷ്യൻറ്റിനെ കാമാക്കും? അപ്പം നിങ്ങളുടെ സ്കില്ല്, കൗൺസിലിംഗ് സ്കില്ല്, അതേപോലെ തന്നെ പേഷ്യൻറ്റിനോടുള്ള കെയറിങ്, അതുവഴി നമ്മൾ ആ പേഷ്യൻറ്റിനെ എങ്ങനെ കാമാക്കുക, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, പേഷ്യൻറ്റിൻ്റെ കൂടെ അവരുടെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ കൂടെ കുറച്ച് നേരം വോക്ക് ചെയ്യുക. അതുവഴി നമ്മൾ ആ പേഷ്യൻറ്റുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ പേഷ്യൻറ്റിന് റെസ്റ്റ് ഹോമിലൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അവരുടെ ഹൗസാണ് അവരുടെ ആ റെസ്റ്റ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ ആ പേഷ്യൻറ്റിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ അവരിൽ നിന്നൊരു ട്രസ്റ്റ്, ഒരു ഫെയ്ത്ത്, അത് അവരുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കോമ്പിറ്റൻസിയിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് പേഷ്യൻറ്റിൻ്റെ കൗൺസിലിംഗ് സപ്പോർട്ട്, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് എമ്പതി, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, പേഷ്യൻറ്റിൻ്റെ റെസ്പെക്റ്റ് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ ഡിസബിലിറ്റീസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കോമ്പിറ്റൻസിയാണ് കോമ്പിറ്റൻസി 3.2. കോമ്പിറ്റൻസി 3.2 എന്ന് പറയുന്നത് പ്രാക്ടീസസ് നഴ്സിംഗ് ഇൻ നെഗോഷിയേറ്റഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ പേഷ്യൻറ്റ് വെയർ പോസിബിൾ. അതിനകത്ത് നമ്മൾ മെയിനായിട്ടും വരുന്നത് പേഷ്യൻറ്റിനെയും പേഷ്യൻറ്റ് ഫാമിലിയെയും പേഷ്യൻറ്റ് കെയറിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവർക്ക് എന്തെങ്കിലും കൾച്ചറൽ പ്രാക്ടീസസോ ബിലീഫ്സോ സ്പിരിച്വൽ തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും കൾച്ചറൽ ബിലീഫ്സോ പ്രാക്ടീസസോ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാവോരി പേഷ്യൻസ് ആണെങ്കിൽ മാവോരി ഹെൽത്ത് സർവീസസ് ഉണ്ട്. പസഫിക് ഐലൻഡ് പീപ്പിൾ ആണെങ്കിൽ പസഫിക് ഐലൻഡ് പീപ്പിളിന് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് പ്ലാനിങ്ങിൻ്റെ സമയത്ത് അവർക്ക് ക്വാളിറ്റി കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് വേണമെങ്കിൽ നമ്മൾ സോഷ്യൽ വർക്കർ, ഹോം കെയർ സപ്പോർട്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് നഴ്സിംഗ്. നെക്സ്റ്റ് കോമ്പിറ്റൻസിയാണ് കോമ്പിറ്റൻസി 3.3. കോമ്പിറ്റൻസി 3.3 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ്സ് എഫക്റ്റീവ്ലി വിത്ത് ദ പേഷ്യൻസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ ഹെൽത്ത് കെയർ ടീം. ഇപ്പം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബാരിയറുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് അവരോട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് എഫക്റ്റീവ് ടെക്നിക്സ്. ഇപ്പം ട്രാൻസ്ലേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു ട്രാൻസ്ലേറ്റർ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈസിലി അപ്രോച്ച് ചെയ്യാവുന്ന നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഹോസ്പിറ്റലിൽ മെയിനായിട്ടും ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു RN അല്ലെങ്കിൽ ഒരു സീനിയർ നേഴ്സ് ട്രാൻസ്ലേറ്ററെ കോൺടാക്റ്റ് ചെയ്യുന്നത്? പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ ഡിസബിലിറ്റീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? അതേപോലെ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാം, വൈറ്റ് ബോർഡ്സ് യൂസ് ചെയ്യാം, റിട്ടൺ ലാംഗ്വേജസ്. കമ്മ്യൂണിക്കേഷൻ ബാരിയർ മാത്രമല്ല, ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി പേഷ്യൻ്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് നമ്മൾ പേഷ്യൻ്റെ ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൻ്റെ നമ്മുടെ ലിമിറ്റിൽ മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പേഷ്യൻ്റോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഒരു പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫാമിലിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ കോമ്പറ്റൻസിയിൽ മെയിനായിട്ടും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെഡിക്കൽ ടേംസ്, അതായത് ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഈവൻ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണെങ്കിലും, അതേപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും, പേഷ്യൻ്റ് നമ്മളോട് എന്തെങ്കിലും കൺസേൺസ് ചോദിക്കുമ്പോഴാണെങ്കിലും നമ്മളും എഫക്റ്റീവായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് നമ്മൾ അവർക്ക് അതിനുള്ള ആൻസർ കൊടുത്തു. ഇങ്ങനെയുള്ള എക്സാമ്പിൾസാണ് ഈ 3.3 മെയിനായിട്ടും വരുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ഡൊമൈൻ 3യെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, ഈ ഡൊമൈനെ കുറിച്ച് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.